നല്ല രണ്ട് മഴ കിട്ടിയായിരുന്നെങ്കിൽ ഇവിടെ മൊത്തം പോയി. അഭിഷേ ഇന്ന് പോണ്ടായിരുന്നോടാ? ഇന്ന് പോയില്ല. നീ എന്തു ഇവിടെ? നിനക്കന്ന് ഞാൻ ചോദിച്ചപ്പോ ലീവൊന്നും ഇല്ലെന്നൊക്കെ അല്ലേ പറഞ്ഞേ? അത് ഞാനും ഇന്ന് പോയില്ല. എടാ നിനക്കേ അന്നേ നമ്മളെ കേക്ക് അന്നേ നമ്മളെ ആ വെയിറ്റിംഗ് ഷെഡ് വെച്ചിട്ടേ ഒരു ബൈക്ക് വീണപ്പോ ഒരു കൊച്ചിനെ നമ്മള് വെള്ളമൊക്കെ കൊടുത്ത് വിട്ടില്ലേ? മനസ്സിലായോ? മനസ്സിലായി. അതി പിന്നെ ഞാൻ ജോലിക്ക് ചെയ്യുമ്പോഴേ എന്റെ UC ബ്രൗസർ തുറന്ന അവളുടെ മുഖം അതിനകത്ത് വന്നോളൂ. അതല്ലടാ പറഞ്ഞേ, പിന്നെ എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടോടാ. എന്റെ ആക്രാന്ത കണ്ടപ്പോഴേ എനിക്കത് തോന്നി. പണ്ട് 5Bയിലെ സുസ്മിതയോട് തോന്നി അതേ ഇഷ്ടം. 10 അതല്ല നിനക്ക് എനിക്ക് വേണ്ടി കൂട്ടിക്ക് എനിക്ക് വയ്യ. പണ്ട് എന്റെ ബർത്ത്ഡേക്ക് എല്ലാവർക്കും ഓരോ ആൽബം ലീവ് കൊടുത്തപ്പോ നിനക്ക് 2 തന്നവനായി ഞാൻ അടിച്ചു പറ്റിയ. നിനക്ക് എനിക്കൊന്ന് ശരിയാക്കി താടാ. ശരി, സെറ്റാക്കി തരാം. പക്ഷേ നിന്റെ അമ്മാവന്റെ മോള് അശ്വതി, എടാ അവള് നിന്നെ പോലെ അല്ലടാ, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ? പിന്നെ ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ. എടാ എനിക്ക് എങ്ങനെയായാലും കാവ്യ കിട്ടണം. എനിക്ക് ഐശ്വര്യ. നീ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യുവാണെങ്കിൽ ഐശ്വര്യ ഞാൻ നിനക്ക് ശരിയാക്കി തരും. ഉറപ്പാണ്? ഉറപ്പ്. അങ്ങനാണെങ്കിൽ നീ എങ്ങനെയായാലും എനിക്ക് അവളെ സെറ്റ് ചെയ്യണം. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാ. നീ എനിക്ക് വേണ്ടി ശരിയാക്കണം. ഞാൻ വിളിച്ചോ നിന്നെ. നീ എന്താ ഇന്നലെ കോളേജിൽ വരാഞ്ഞേ? എനിക്ക് ഇന്നലെ വൈകിയായിരുന്നല്ലോ. ഞാൻ നിന്നെ വിളിച്ചായിരുന്നല്ലോ, കിട്ടിയില്ലല്ലോ. ഞാനും നിന്നെ കുറെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഞാൻ നിന്നോട് കാര്യം ചോദിക്കാന്ന് വെച്ചിരിക്കുവായിരുന്നു. ഒന്നും തോന്നല്ല. ചോദിച്ചോ. മറ്റേ പ്രവീൺ അണ്ണനും അരുൺ ചേട്ടനും നിന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞു. അതെങ്ങനാ സംഭവം? രണ്ടുപേരും നല്ല ആൾക്കാരാ. അല്ല, രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് പ്രേമിക്കാൻ പറ്റത്തില്ലല്ലോ. അതില്ല. ശരിക്കും നിനക്ക് അവരോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? സമയമുണ്ടല്ലോ, നോക്കാം. അരുണേ മോനെ സെറ്റ് ആയടാ. ഇത് ഞാൻ കാലക്കും. ഇതെന്തായാലും അവനിപ്പോ വിളിച്ചു പറയണം. ഇവനെന്തിനാണോ വിളിക്കുന്നത്? ഹലോ ഹലോ ഹലോ, എടാ എവിടാ? ഞാൻ തന്നെ അമ്പലക്കുളത്തിന്റെ കരലുണ്ട്. അന്ന് പറഞ്ഞ കാര്യമില്ലയോ? അത് സെറ്റാക്കി. അവള് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ശരിക്കും. പിന്നെ അടുത്ത 12-ാം തീയതി അവിടെ ബർത്ത്ഡേ. അപ്പൊ നീ അവക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ടേ രാത്രി വീട്ടിൽ ചെല്ലുക, സെറ്റാക്കുക. ഒരു പ്രശ്നമില്ല. ഐശ്വര്യ അത് നീ പേടിക്കണ്ട. ഇത് ശരിയാവുകയാണെങ്കിൽ പിന്നെ നമ്മള് മരിച്ച് കട്ടക്ക് എന്റെ കൂടെ കാണും. ഓക്കെ 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 ഓക്കെടാ. ശരിടാ, ഓക്കെടാ, ഓക്കെ. സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ കാവ്യ. നീ എന്താ ഇവിടെ? നീ എന്തിനാ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? ഞാൻ എന്റെ കാവിക്കുട്ടിക്ക് ബർത്ത്ഡേ വിളിച്ചു കൊടുക്കാൻ വേണ്ടി. നിന്റെ കാവിക്കുട്ടിയോ? ഇതെന്തോ ഞാൻ വിഷയം വന്നാ? രണ്ടുപേരും നല്ല ആൾക്കാരാ. അല്ല, രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് പ്രേമിക്കാൻ പറ്റത്തില്ലല്ലോ. അതില്ല. സമയമുണ്ടല്ലോ, നോക്കാം. അരുണേ മോനെ സെറ്റ് ആയടാ. മറ്റേ കാവ്യ എന്ന് പറയുന്ന കൊച്ചില്ലേ, ഇഷ്ടം പറഞ്ഞേ? അതൊക്കെ ഞാൻ വിട്ടടാ. അത് ചുമ്മാ അവർക്ക് ഇഷ്ടം. അങ്ങനെ വിടാൻ വരട്ടെ. കണ്ണ് ഇഷ്ടം അതൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ ഒരു ചേട്ടനുണ്ടല്ലോ, ആ നാറി എൻ്റെ അടുത്ത് ഐഡിയ എന്ന് പറഞ്ഞിട്ട് മോനെ സ്നേഹിച്ച പോലെ
ജയകനെ സ്നേഹിക്കാൻ പറ്റുമോ? എനിക്ക് വേറെ പണിയൊന്നുമില്ലടോ. പോടുന്നു ഇല്ലെന്നാ. നീ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ഇത് ഞാൻ അറിഞ്ഞ കാര്യമാണ, ഞാൻ എന്ത്? കേട്ട്. ആ. അവൾ അണ്ണന് വേണ്ടി കാത്തിരിക്കുവാന്ന്, ഇഷ്ടമാന്ന് പറഞ്ഞ ഞാൻ കേട്ട്. അവള് പറഞ്ഞു. പറയുന്നത് ഞാൻ കേട്ടു. അവള് ചിലപ്പോ പറയും. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്നെ കാണുമ്പോ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതല്ലേ അല്ലേ? ഉണ്ട്. ഉള്ള കാര്യ. നീ ഇപ്പൊ പറഞ്ഞത് ഇല്ലണ്ണ, ആ. ഞാൻ കേട്ട്. ഓ. എന്നാ ഞാൻ ഒരു ഐഡിയ അങ്ങ് പറയാം. ആഹാ. ഇതെന്റെ ചേട്ടാ അനൂപിന്റെ ഐഡിയ പോലെ അല്ല. അവന്റെ ഐഡിയ എന്നെ ഓർമ്മിക്കല്ലേ. ഈ വരുന്ന 12 അവരുടെ പിറന്നാളാ. പണ്ണം കയറി ഒരു വീട്ടിൽ കയറി സർപ്രൈസ് അങ്ങ് കൊടു. ഈ വീട്ടിലൊക്കെ കേറാന്ന് പറഞ്ഞാ സർപ്രൈസ് ആയിട്ട് അങ്ങ് കൊടു. വീട്ടുകാരൊക്കെ പൊക്കി പ്രശ്നമായാലോ? വീട്ടുകാരറിയണമല്ലോ. വീട്ടുകാരറിയുന്നു, കൊച്ചാട്ടന്മാരെ ഇളകുന്നു, നാട്ടുകാരറിയുന്നു, നിങ്ങളെ കെട്ടിക്കുന്നു. പിന്നെ അടിപൊളി അടിപൊളി അടിപൊളി. നിങ്ങൾ എന്താ ഇവിടെ?